അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് ചെയ്യും കേട്ടോ. എനിക്കത് നല്ലൊരു അനുഭവമാണ്. എന്റെ ഒരു വീഡിയോ വൈറലായത് അതുപോലെ തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ടിട്ട് പ്രതീക്ഷയൊക്കെ നഷ്ടമായിട്ട് ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല, ചാനൽ നിർത്താൻ പോവുകയാണെന്ന് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാവും. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ. അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തത് കേട്ടോ. ഞാൻ ഇങ്ങനെ ഓരോന്ന് പഠിച്ച് വരുന്നേ ഉള്ളൂ, മുഴുവനായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. ഞാനൊരു ചെറിയ യൂട്യൂബറാണ്. അപ്പം എന്റെ മോണിറ്റൈസേഷൻ ആകാനുള്ള കാരണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പൊ ഞാൻ പല വീഡിയോകളൊക്കെ ഇങ്ങനെ ഇട്ട് വരുമായിരുന്നു കേട്ടോ. ഏത് വീഡിയോയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കണമെന്ന് എനിക്കും വലിയ പിടുത്തമൊന്നുണ്ടായിരുന്നില്ല ആദ്യകാലങ്ങളിൽ. അപ്പൊ ഞാൻ പല വീഡിയോകൾ ഇങ്ങനെ ഇട്ടിരുന്നു. ഞാനൊരു എന്റർടൈൻമെന്റ് എന്ന നിലക്കാണ് വീഡിയോ ഒക്കെ ഇട്ട് വന്നത്. അപ്പൊ എങ്ങനെയൊക്കെയോ എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അതിനുശേഷം ഓരോരുത്തരും ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുമ്പോഴായിരുന്നു ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 50-55 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ എനിക്ക് അറിയാവുന്ന തരത്തിൽ, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനും പല ഇവിടങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോ മുമ്പ് ചെയ്ത വീഡിയോസ് എല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അപ്പൊ യൂസ്ഫുൾ ആയിരിക്കും. ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. ചെറിയ വീഡിയോസ് ആയിട്ടാണ് ഞാൻ മുമ്പൊക്കെ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പോഴും ചെറിയ വീഡിയോസ് ആണ്, വലിയ വീഡിയോസ് ഒന്നും അല്ല. അപ്പോ ഒരുപാട് വീണ്ടും വലിച്ചു നീട്ടുന്നില്ല. അപ്പോ വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ പുതിയൊരു ഇതാണ്, അപ്ഡേറ്റ് ആണ് ഹൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ മെസ്സേജ് സെക്ഷനിൽ വന്ന് കിടക്കുന്നതാണ് ഹൈപ്പ് എന്ന്. പലർക്കും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. 500 സബ്സ്ക്രൈബേഴ്സ് മുതൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ളവർക്കാണ് ഹൈപ്പ് കിട്ടുക. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കമന്റ് സെക്ഷനിൽ ഫ്രണ്ടിൽ തന്നെ കാണും. നമ്മൾ കമന്റ് ഓണാക്കി കഴിഞ്ഞാൽ കമന്റ് സെക്ഷൻ മൊത്തത്തിൽ ഓണാക്കി കഴിഞ്ഞാൽ കാണത്തില്ല. കമന്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോന്റെ താഴെ കാണത്തില്ലേ, അപ്പൊ തന്നെ കാണും, ഒരു 2 ഡോട്ട് കാണും. അതിനെ ഒന്ന് നമുക്ക് വലതുവശത്തേക്ക് സ്വീപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ചിലർക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ഒന്നുകൂടെ ശ്രമിച്ച് നോക്കണം, 2-3 തവണ എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പറ്റിയാൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ പലവരും എന്താ പറയുക, ടാഗുകളൊക്കെ കൊടുത്തു കാണൂല്ലേ. നിങ്ങളുടെ ചാനൽ ബേസ് ആയിരിക്കും ടാഗ് കൊടുത്തിരിക്കുക. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഫാമിലി ബ്ലോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാഗുകൾ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ വേറെ ഒന്നും കൊടുക്കാൻ പാടില്ല. വേറെ കൊടുക്കാം, അത്യാവശ്യം 1-2. അല്ലാതെ നിങ്ങളുടെ ചാനലിൽ ഉള്ള വീഡിയോസുമായി ബന്ധമില്ലാത്ത ടാഗുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റീച്ച് ആകത്തില്ല. നിങ്ങളുടെ ചാനൽ സെർച്ചിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ചാനലിൽ എന്താണോ നിങ്ങൾ ഇടുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങളുടെ ചാനലിന്റെ കീവേഡ്സിൽ അടിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ റീച്ച് ആയി കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ചെയ്യാത്തവർക്കാണ് കൂടുതലും വീഡിയോസ് ഒന്നും ഒരു റീച്ചിലും എത്താത്തത്. കാരണം ഇപ്പോൾ 10 വ്യൂസ് വീഡിയോ ഇടുമ്പോൾ 10 വ്യൂസ് 20 വ്യൂസ് അങ്ങനെ കുറച്ച് വ്യൂസ് കിട്ടുന്നവര്. അപ്പൊ അവർക്ക് ഈ സെറ്റിങ്സ് മുഴുവനായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീരെ വ്യൂസ് ഉണ്ടാകില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ സെറ്റിങ്സ് ചെയ്യാൻ നോക്കുക. ടാഗ്സ് ഇടാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് ടാഗ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അല്ലാതെ വാട്സപ്പിലൂടെയും നമുക്ക് ടാഗ് എടുക്കാം, വേറൊരു തരത്തിലും എടുക്കാം. യൂട്യൂബിൽ തന്നെ നമുക്ക് സെർച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മളെ ടോപ്പിക്ക് ഇടാൻ പോകുന്നത്, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേർഡ് അടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇത് വരും, സെന്റൻസുകൾ വരും. അതുമായിട്ട് വീഡിയോകൾ ഇട്ടവരുടെ ഇതൊക്കെ കാണിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എഴുതിയെടുത്തിട്ട് കീവേഡ്സ് ആയിട്ടും ടാഗ്സ് ആയിട്ടും നമ്മുടെ വീഡിയോന് താഴെയും ചാനലിലെ കീവേഡ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് ചെയ്തു കേട്ടോ. എനിക്കത് നല്ലൊരു അനുഭവമാണ്. എന്റെ ഒരു വീഡിയോ വൈറലായത് അതുപോലെ തന്നെയാണ്. 2 ലക്ഷം വ്യൂസ് കടന്നു. ഒരു ക്ലീനിങ് ടിപ്സ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കീവേഡ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ചാനൽ കീവേഡ്സ് എന്ന് പറയുന്നത് 500 വേർഡ്സിൽ കവിയാൻ പാടില്ല. അപ്പൊ മുമ്പ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ടത് അല്ലാത്തതാണെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ ചാനലിൽ ഇപ്പോൾ ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരായിരിക്കും ആദ്യം. പിന്നെ നമ്മൾ ടോപ്പിക്ക് മാറും. ഞാനൊക്കെ ഇപ്പൊ ആദ്യം പല ടോപ്പിക്ക് ചെയ്തതാണ്. ഇപ്പൊ യൂട്യൂബ് ടിപ്സ് വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ എന്റെ ടാഗ്സ് ആണെങ്കിലും എന്താ പറയാ കീവേഡ്സ് ആണെങ്കിലും ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ചാനൽ സെർച്ചിങ്ങിലേക്ക് വരത്തില്ല. നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഒന്നും സെർച്ചിങ്ങിൽ വരത്തില്ല.
അപ്പൊ ഇപ്പൊ ഞാൻ ഏകദേശം കുറെ യൂട്യൂബ് ടിപ്സും ടെക്കുമായിട്ടുള്ള എന്താണ് കീവേഡ്സ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ വന്നിരുന്നു. പിന്നെ ഞാൻ വീണ്ടും കുറച്ച് എന്താ പറയാ സ്റ്റോപ്പായി വീഡിയോസ് ഇടുന്നത്. അപ്പൊ എന്റെ ചാനലിലെ റീച്ച് മൊത്തത്തിൽ ഡൗൺ ആയി. അപ്പൊ നമ്മള് വീഡിയോ ഇടുന്നത് നിർത്താൻ പാടില്ല, ഒരിക്കലും കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് പോകണം. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് കീവേഡ്സ് അല്ലെങ്കിൽ ടാഗ്സ് കൊടുക്കാം എന്ന് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ആദ്യത്തെ ഒരു 15 ടാഗ്സ് അല്ലെങ്കിൽ 20 ടാഗ്സ് എടുത്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എന്താണ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ എങ്ങനെയാണ് വെബ്സൈറ്റിൽ നിന്നും ടാഗ്സ് അല്ലെങ്കിൽ കീവേഡ്സ് എടുക്കുന്നതെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ക്രോമോ ഗൂഗിളോ ഓപ്പൺ ചെയ്ത ശേഷം റാപ്പിഡ് ടാഗ്സ് അടിച്ചു കൊടുക്കുക. ഞാൻ റാപ്പിഡ് ടാഗ്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ റാപ്പിഡ് ടാഗ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. യൂസ് ടാഗ് ജനറേറ്റർ എന്ന് കാണും ഒരു വൈറ്റ് ബോക്സിനുള്ളിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റർ വീഡിയോ ടൈറ്റിൽ ഓർ കീവേഡ്സ് എന്ന് കാണും. ഇപ്പോൾ നമ്മുടെ ചാനൽ എന്തുമായി ബന്ധപ്പെട്ടാണ് അത് അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കീവേഡ്സ് എനിക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അടിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി വ്ളോഗ് ആണെങ്കിൽ ഫാമിലി വ്ളോഗ് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കീവേഡ്സുകൾ വരും, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും കീവേഡ്സ് ഉണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, കോപ്പി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ എഴുതിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ വലതുവശത്തായിട്ട് കോപ്പി ടാഗ് എന്ന് കാണും, കണ്ടില്ലേ? ഏറ്റവും ടോപ്പിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോപ്പി ആയി കിട്ടും. എന്നിട്ട് YT സ്റ്റുഡിയോ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ചിഹ്നം കാണും. ആ സെക്ഷനിൽ തന്നെ ഏറ്റവും എൻഡിലായിട്ട് അതിൻ്റെ ആ ലൈനിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എൻഡിലായിട്ട് സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ജനറൽ ചാനൽ എന്നൊക്കെ കാണും. അപ്പോൾ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞ് ഒരിത് കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കീവേഡ്സ് കണ്ടില്ലേ? കുറേ കീവേഡ്സ് ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 500 വേർഡ്സ് കീവേഡ്സുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 500 വേർഡ്സ് ആയിട്ടില്ല. അപ്പോൾ ഏകദേശം അത്രത്തോളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 800 കടന്നു. അപ്പോൾ 500 വരെ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് സേവ് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ കുറേ ആയി. അപ്പോൾ നമുക്ക് കുറച്ചെണ്ണം ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. 500 വരെ ആക്കിയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 500 ആകുമ്പോൾ തന്നെ സേവ് എന്ന് കാണിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറേ എണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അവസാനത്തെ കുറേ എണ്ണം ഡിലീറ്റ് ചെയ്യാം. ആദ്യത്തെയാണ് നമുക്ക് ഏകദേശം വേണ്ടത്, 10-15 എണ്ണം. അപ്പോൾ ഞാൻ അവസാനത്തെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സേവ് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എൻ്റെ കീവേഡ്സ് 500 വരെ ആക്കിയപ്പോൾ സേവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഇതുപോലെ സെറ്റിങ്സ് ചെയ്ത് വെക്കുക. ചെയ്യാത്തവരോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങളുടെ ചാനൽ കുറച്ച് മെച്ചപ്പെടും. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.